വായിച്ചത്. 7-ാം സങ്കീർത്തനത്തിലെ വളരെ സുപരിചിതമായ ഒരു വേദഭാഗമാണ്. ചില വാക്യങ്ങളൊന്നും വായിച്ചാൽ നമുക്ക് അങ്ങോട്ട് ഉൾക്കൊള്ളാൻ നമുക്ക് ഇച്ചിരിയൊക്കെ പ്രയാസമുണ്ടാകും. എങ്കിലും വളരെ അനുഗ്രഹീതമായ, അതിനകത്തൊക്കെ ഒത്തിരി ആത്മീയ അർത്ഥങ്ങളുള്ള, ദൈവിക ആലോചനകളുള്ള അനുഗ്രഹീതമായ സങ്കീർത്തനം. ഇതിൻ്റെ ഹെഡിങ്ങിൽ വായിക്കുന്നത് ഇങ്ങനെയാണ്: ബെന്യാമിനായ കൂശിൻ്റെ വാക്കുകൾ നിമിത്തം ദാവീദ് യഹോവയ്ക്ക് പാടിയ വിഭ്രമ ഗീതം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ബെന്യാമിനായ കൂശ്, ഇത് ആരാണ് എന്നുള്ളത് ചരിത്രം വ്യക്തമാക്കുന്നത്. ബെന്യാമിനായ കീശിൻ്റെ മകനായ ശൗലാണ് ഈ ബെന്യാമിനായ കൂശ് എന്ന് പറയപ്പെടുന്നത് എന്നാണ്. വിഭ്രമഗീതം എന്നാണ് ഈ സങ്കീർത്തനത്തിൽ പറയുന്നത്. ഹബക്കുക്കും, പ്രവാചകനായിരിക്കുന്ന ഹബക്കുക്ക് തൻ്റെ 3-ാമത്തെ അധ്യായത്തിലും വിഭ്രമഗീതം ഹബക്കുക്കും പ്രവചന ഗീതത്തിൽ താനും അത് പറഞ്ഞിട്ടുണ്ട്. ജീവിതത്തിലെ മാനസിക വിഭ്രമത അവരുടെ ജീവിതത്തിൽ വന്നപ്പോൾ, അസ്വസ്ഥതകളുടെ നടുവിൽ ഒക്കെ എഴുതപ്പെടുന്ന ഒരു സങ്കീർത്തനമാണിത്. സങ്കീർത്തനത്തിൽ പ്രധാനപ്പെട്ട 4 ഭാഗങ്ങളായിട്ടാണ് ഈ സങ്കീർത്തനത്തെ നമുക്ക് തരംതിരിക്കാൻ കഴിയുന്നത്. 1-ാം വാക്യം വായിക്കുമ്പോൾ കാണുന്നത്, 1, വേട്ടയാടപ്പെടുന്നവന് ദൈവം ഒരു ശരണമാണ്. വേട്ടയാടപ്പെടുന്നവന് ദൈവം ഒരു ശരണമാണ്. പ്രൈസ് ദി ലോർഡ്. 1-ാം വാക്യത്തിൽ വായിക്കുന്നത് ഇങ്ങനെയാണ്: എന്നെ വേട്ടയാടുന്ന എല്ലാവരുടെയും കയ്യിൽ നിന്ന് എന്നെ രക്ഷിച്ച് വിടുവിക്കണമേ. 2-ാം വാക്യം വായിക്കുന്നു: അവൻ സിംഹം എന്ന പോലെ എന്നെ കീറിക്കളയരുതേ എന്ന് വായിക്കുന്നു. അപ്പോൾ വേട്ടയാടപ്പെടുന്നവന്, ശത്രുവിനാൽ വേട്ടയാടപ്പെടുന്നവർക്ക് ഇതൊരു ആശ്വാസമാണ്, ഇതൊരു ശരണമാണ്. 2-ാമത്തേത്, പ്രതിസന്ധിക്ക് മീതെ നടക്കുന്ന ഒരു ദൈവം. വാക്യം 7-ൽ വായിക്കുന്ന: ജാതികളുടെ സംഘം നിന്നെ ചുറ്റി നിൽക്കട്ടെ, നീ അവർക്ക് മീതെ കൂടി ഉയരത്തിലേക്ക് മടങ്ങണമേ എന്ന് പറഞ്ഞാൽ പ്രതിസന്ധികളുടെ, പ്രശ്നങ്ങൾക്ക് മീതെ വ്യാപരിക്കുന്ന ഒരു ദൈവശക്തി എന്ന് വേണമെങ്കിൽ പറയാം. നമ്മുടെ കർത്താവ് നമ്മെ പ്രതിസന്ധിക്ക് കീഴെയല്ല, പ്രതിസന്ധികളുടെ മുകളിലാണ്. ഓളങ്ങൾക്കും തിരമാലകളും അവൻ്റെ കാലുകൾക്ക് കീഴെയാണ്. ആമേൻ, പ്രൈസ് ദി ലോർഡ്. ഓളങ്ങൾ, തിരമാലകളും പ്രശ്നങ്ങളൊക്കെ ജീവിതത്തിന് നേരെ കടന്നു വന്നേക്കാം. അതിന് കീഴെയല്ല കർത്താവ്, അവൻ്റെ കാൽപാദത്തിന് കീഴെയാണ് പ്രശ്നങ്ങൾ. ഇവിടെ സങ്കീർത്തനക്കാരനും പറയപ്പെടുന്നത് ഇതാണ്: കർത്താവേ, പ്രതിസന്ധികൾക്ക് മീതെ നടക്കുന്ന ഒരു ദൈവം. 3-ാമത്തെ ഭാഗം ഞാൻ പെട്ടെന്ന് ഓടിച്ച് പറയപ്പെടുന്നത്, എല്ലാ വാക്യങ്ങളും എടുത്ത് ഉദ്ധരിക്കാൻ ഞാൻ സമയം പ്രാരംഭ നിമിഷങ്ങൾ എടുക്കുന്നില്ല. കർത്താവിൻ്റെ ദാസം വചനം ശുശ്രൂഷിക്കണം, ഒടുവിലത്തെ സന്ദേശമൊക്കെ കേൾക്കേണ്ടതായിട്ടുണ്ടല്ലോ. അതുകൊണ്ട് ഞാൻ വേഗത്തിൽ കടങ്ങേറിയ 3-ാമത്തെ ഭാഗം എന്ന് പറയപ്പെടുന്നത്, 1, വേട്ടയാടപ്പെടുന്നവരുടെ ഒരു ശരണമാണ് ദൈവമെങ്കിൽ. 2, പ്രതിസന്ധികൾക്ക് മീതെയാണ് ദൈവമെങ്കിൽ. 3-ാമത്തേത് വചനം പറയപ്പെടുന്നത്, ദൈവം നമ്മുടെ അന്തരംഗങ്ങളെ ശോധന ചെയ്യുന്നു എന്നുള്ളതാണ്. അന്തരംഗങ്ങളെ ശോധന ചെയ്യുന്ന ഒരു ദൈവം. ആ വാക്യങ്ങളിൽ താഴോട്ട് വായിച്ചു വരുമ്പോൾ നമുക്ക് കാണുന്നുണ്ട്. വായിക്കുമ്പോൾ അവിടെ പറഞ്ഞ യഹോവേ സ്വത്രം 2 മുതലുള്ള വാക്യങ്ങൾ താഴോട്ട് വായിച്ചു വരുമ്പോൾ നമ്മൾ ആ ഭാഗം നമുക്കത് വിശദീകരിച്ച് കാണുന്നുണ്ട്. ദൈവമേ, നീ എന്നെ ശോധന ചെയ്യുമ്പോൾ സങ്കീർത്തനക്കാരൻ പറയുന്നൊരു ഭാഗം, താൻ എന്ത് ചെയ്യുക, ഒരു കുറ്റവിമുക്തനെ പോലെ പ്രാഗൽഭ്യത്തോടെ പറയുക. ഞാൻ പറയാം, പ്രിയപ്പെട്ടവരെ, നമ്മുടെ ദൈവം നമ്മെ ശോധന ചെയ്യുന്ന ദൈവമാണ്. ശോധന ചെയ്യുന്ന ഒരു ദൈവമാണ്. മനുഷ്യൻ പുറമേയുള്ളതാണെന്ന് നോക്കുന്നത്, ദൈവമോ വചനം പറയുന്നു, അവൻ ഹൃദയങ്ങളെ നോക്കുന്നു, അന്തരീന്ദ്രിയങ്ങളെ ശോധന ചെയ്യുന്ന ദൈവം. ഞാൻ കാണുന്നത് പോലല്ല ദൈവം നിങ്ങളെ കാണുന്നത്. ഞാൻ പുറമേയുള്ളത് നോക്കി ഔട്ട്ലുക്കിംഗ് കണ്ട് ഞാൻ വിലയിരുത്തിയിടുമ്പോൾ തമ്പുരാൻ നമ്മുടെ അകങ്ങളെ കാണുന്ന ഒരു ദൈവമാണ്. നിന്റെ ഹൃദയത്തിൻ്റെ സ്പന്ദനങ്ങൾ അറിയുന്ന ദൈവമാണ്. ഞാൻ ഇങ്ങനെ പറയാറുണ്ട്, പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഹൃദയത്തിൻ്റെ ദീർഘശ്വാസത്തിൻ്റെ അർത്ഥം വരെ അറിയുന്ന ദൈവമാണ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ചിലപ്പോഴൊക്കെ ഞാനത് പറയുന്നത് മനസ്സിലാക്കി തരാം. ചില പ്രശ്നങ്ങളൊക്കെ വരുമ്പോൾ, ജീവിതത്തിനകത്ത് സഹിക്കാൻ പറ്റാത്ത പ്രതിസന്ധികളൊക്കെ ജീവിതത്തിന് നേരെ വരുമ്പോൾ, ചിലരെങ്കിലും നിങ്ങളെല്ലാവരും തന്നെ, ഞാൻ ഉൾപ്പെടെ ചെയ്തൊരു പരിപാടിയുണ്ട്. ഇങ്ങനെ ചിന്തിച്ചൊരു ഇരിപ്പങ്ങിരിക്കും, എന്നിട്ട് വലിച്ചൊരു വിടിയിലുണ്ട്, ഇങ്ങനൊരു പിടിയിൽ വിടും. ഇല്ലേ? ആരും വിടാത്തവരല്ലെന്ന് തോന്നുന്നു. ഇതെന്താണെന്നറിയോ? അകത്ത് കെട്ടി നിൽക്കുന്ന പ്രതിസന്ധിയുടെ. പക്ഷേ ഞാൻ പറയാം, അടുത്തിരിക്കുന്ന ആർക്കും അറിയത്തില്ല അവൻ എന്തിനാ അതങ്ങനെ വിട്ടേന്ന് പോലും അറിയത്തില്ല. കൂട്ടു സഹോദരിക്ക് ഭാര്യയ്ക്ക് അറിയത്തില്ല. പ്രൈസ് ദി ലോർഡ്. പക്ഷെ തമ്പുരാന് ആ ശ്വാസത്തിൻ്റെ വരെ അർത്ഥം അറിയാം. എത്ര പേർക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യാൻ കഴിയുന്നുണ്ട്?
ഹല്ലേലൂയ. ഞാനൊരു ഉദാഹരണം പറയാം. മമ്രയുടെ തോപ്പിൽ ദൈവം തമ്പുരാൻ ഒരു ദിവസം ദൈവത്തിൻ്റെ ദൂതന്മാർ കടന്നു ചെന്നു മമ്രയുടെ തോപ്പിൽ ചെന്നു. മമ്രയുടെ തോപ്പിൽ ചെന്നപ്പോൾ അവിടെ അബ്രഹാം അവരെ സ്വീകരിച്ചു, നല്ലതുപോലെ സ്വീകരിച്ചു. കുഞ്ഞുങ്ങളൊക്കെ ഇവിടെ ശ്രദ്ധിച്ച്, യൗവനക്കാരൊക്കെ ശ്രദ്ധിച്ച്. നാളെ ചോദിക്കുമ്പോൾ അബ്രഹാം ആരാണെന്ന് അറിയത്തില്ലെന്ന് പറയരുത് കേട്ടോ. സ്തോത്രം. അപ്പോൾ അബ്രഹാമിൻ്റെ വീട്ടിൽ ചെന്നപ്പോൾ അബ്രഹാമിൻ്റെ കൂടാരവാതിക്കൽ അബ്രഹാം ദൂതന്മാരെ സ്വീകരിച്ചു. സ്വീകരണമെല്ലാം കഴിഞ്ഞ് പോകുന്നതിന് മുമ്പ് അവർ ചോദിച്ചൊരു ചോദ്യമുണ്ട്. അവിടെ നിൽക്കുമ്പോൾ ചോദിച്ചു, നിന്റെ ഭാര്യ സാറ എവിടെ? അവരോടൊരു വാക്തത്വ ദൂത് കൊടുത്തപ്പോൾ എന്ത് ചെയ്തു? സാറ വീട്ടിനകത്ത് നിന്ന് എന്ത് ചെയ്തു? ചിരിച്ചു. പ്രൈസലോ. ആമേൻ. ദൈവത്തിൻ്റെ ദൂതന്മാർ പറഞ്ഞു, സാറയെ നോക്കി പറഞ്ഞു, നീ ചിരിച്ചു. അവൾ പറഞ്ഞു, ഞാൻ ചിരിച്ചില്ല. പ്രൈസലോ. പക്ഷെ അവർ പറഞ്ഞു, ഇല്ല, നീ ചിരിച്ചു എന്ന് പറഞ്ഞു. പിന്നീട് മോനെ ജോണിസെ അത് മറിച്ചിടരുത് കേട്ടോ. പ്രൈസലോ. അപ്പോൾ ദൈവദൂതന്മാർ പറഞ്ഞു, നീ എന്ത് ചെയ്തു? നീ ചിരിച്ചു എന്ന് പറയാനിടയായി തീർന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇവരെവിടെ നിൽക്കുന്നത്? മരച്ചുവട്ടിൽ നിൽക്കുമ്പോൾ പെരയ്ക്കകത്ത് ചിരിച്ചത് ദൈവം തമ്പുരാൻ കണ്ടു. എത്ര പേർക്ക് ആമേൻ പറയാൻ കഴിയുന്നുണ്ട്? പ്രൈസ് ദി ലോർഡ്. മുറ്റത്ത് നിൽക്കുന്ന ദൈവദൂതന്മാർ അകത്ത് സഹോദരി ഹൃദയം കൊണ്ട് ചിരിച്ചതിനെ കണ്ടു. ആരും പറഞ്ഞില്ല. ആമേൻ. എത്ര പേർക്ക് മനസ്സിലാകുന്നുണ്ട്? ഇനി തെളിവ് അബ്രഹാമിനെ കുറിച്ച് പറയുന്നത് ഇവിടെ 18:12 സാറ ചിരിച്ചു എന്നാണെങ്കിൽ ആമേൻ അതേ അബ്രഹാം തന്നെ 17:17 വരുമ്പോൾ അബ്രഹാം കവിണ്ണു വീണ് ചിരിച്ചു എന്ന് പറയുന്നത്. കവിണ്ണു വീണ് ചിരിച്ചു എന്ന് പറയുന്നത്. പക്ഷെങ്കിൽ ദൈവം തമ്പുരാൻ എന്ത് ചെയ്തെന്നറിയോ? ആ ചിരിയും കണ്ടു. ഒടുവിൽ ദൈവം അവർക്കൊരു ചിരി കൊടുത്തു. ഏതാ? ഇസഹാക്ക് എന്ന വാക്കിൻ്റെ അർത്ഥം ചിരി. പ്രൈസലോ. ഞാൻ ദൈവമക്കളോട്, എൻ്റെ പ്രിയപ്പെട്ടവരോട് ഞാൻ പറയാം, ഞാൻ അകത്തിരുന്ന് എന്ത് പറഞ്ഞാലും എന്ത് ചിരിച്ചാലും എന്ത് ഞാൻ ചിന്തിച്ചാലും അറിയുന്ന ഒരു ദൈവമാണ്. ഇത് പഴയ നിയമത്തിലെ അനുഭവമാണെങ്കിൽ പുതിയ നിയമത്തിനകത്ത് യേശു കർത്താവിനെ ഒരു വീട്ടിലേക്ക് ഒരു സൽക്കാരത്തിന് വിരുന്നിന് വേണ്ടി സ്വീകരിച്ചു. പ്രൈസലോ. ആ വീട്ടിലെ പ്രമാണി അകത്തിരുന്ന് ആമേൻ മനസ്സിൽ ഒരു കാര്യം ചിന്തിച്ചു. പ്രൈസ്. ഇവനൊരു പ്രവാചകനാണെങ്കിൽ അല്ലേ ഇങ്ങനെയൊക്കെ പറ്റുമോ? ഇത്രയൊക്കെ ചിന്തിച്ചതേ ഉള്ളൂ. ആമേൻ അകത്ത് വീട്ടിനകത്ത് ആമേൻ സ്വന്തം ഹൃദയത്തിൽ നിരൂപിച്ചത് തമ്പുരാന്റെ ഹൃദയത്തിനകത്ത് അത് വെളിപ്പെട്ടെങ്കിൽ ഇന്ന് രാവിലെ ഞാൻ ദൈവമക്കളോട് ഞാൻ പറയാ, ഈ വചന ശുശ്രൂഷ നടക്കുമ്പോഴോ ഈ ഹോളിനകത്ത് വന്നിരുന്ന് നിങ്ങളുടെ ഹൃദയത്തിനകത്ത് എന്തെല്ലാം കണക്കുകൂട്ടലുകളോടെയാണ് ഇരിക്കുന്നത്, എന്തൊക്കെയാണ് നിരൂപിക്കുന്നതെന്ന് എനിക്കറിയത്തില്ല, നിങ്ങളുടെ അടുത്തിരിക്കുന്നവർക്കറിയത്തില്ല. നിങ്ങളെ നന്നായി വായിക്കുന്ന ഒരു ദൈവമുണ്ട്. ഒരിക്കൽ കൂടെ ഞാൻ ദൈവമക്കളോട് പറയാ, നാം ഈ വേദപുസ്തകം വായിക്കുമ്പോൾ ഈ വേദപുസ്തകത്തിന്റെ പ്രത്യേകത നമ്മെ അതുപോലെ തിരിച്ചു വായിക്കുന്ന ഒരു പുസ്തകമുണ്ടെങ്കിൽ ഈ വേദപുസ്തകം മാത്രമേ ഉള്ളൂ. ഇന്ന് രാവിലെ എന്നെ കേൾക്കുന്ന ദൈവമക്കളോട് പറയാ, നിന്നെ വായിക്കുന്ന, നിന്നെ മനസ്സിലാക്കുന്ന, നിന്റെ ജീവിതത്തിന് ഇടനടവുകളില്ലാതെ നിന്നെ നന്നായി അറിയുന്ന, നിന്റെ അപ്പന് നിന്നെ അറിയുന്നതിനേക്കാൾ നിന്റെ അമ്മയ്ക്കും നിന്നെ അറിയുന്നതിനേക്കാൾ നന്നായി അറിയുന്ന ഒരു ദൈവത്തെയാണ് ഇന്ന് രാവിലെ നാം ആരാധിക്കുന്നത്. അതുകൊണ്ട് ദൈവത്തിന്റെ കണ്ണിനൊന്നും മറവല്ല. ശമൂവേലിന്റെ പുസ്തകം 10-ാം അധ്യായം 22 മുതലുള്ള വാക്യങ്ങളൊക്കെ നമ്മൾ വായിക്കുമ്പോൾ ഇവിടെ ശൗലിനെ കുറിച്ച് പറയപ്പെടുന്നത് ആമേൻ ഒളിച്ചിരിക്കുന്ന സമാനങ്ങൾക്കിടയിൽ ഒളിച്ചിരിക്കുമ്പോൾ തമ്പുരാൻ പറയുകയാണ്, ശൗല് വേറെങ്ങല്ല, സമാനങ്ങൾക്കിടയിൽ അവൻ ഒളിച്ചിരിക്കുന്നു. ഹല്ലേലൂയ. ഒളിച്ചിരിക്കുന്നവനെ പൊക്കിയെടുക്കുന്നവനാ ദൈവം തമ്പുരാൻ. പ്രൈസ് ദി ലോർഡ്. എബ്രായ ലേഖനം 4-ാം അധ്യായം 12-13 വാക്യം നിങ്ങൾ വീട്ടിൽ ചെന്ന് വായിച്ചാൽ മതി. അവിടെ വായിക്കും ഇങ്ങനെയാണ്, ദൈവത്തിൻ്റെ വചനം ഇരുവായ്ത്തിലുള്ള ഏത് വാളിനേക്കാളും തുളച്ചേറും. പ്രൈസ് മൂർച്ചയുള്ളതാ. അതിൻ്റെ പ്രത്യേകത പറയുകയാണ്, അത് പ്രാണനെയും സന്ധി മജ്ജകളെ വേർതിരിക്കും വരെ തുളച്ചു കയറുന്നതാണ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇവിടെ ഇരിക്കുന്ന ദൈവമക്കളോട് ഞാൻ പറയാം, ഇവിടെ ശുശ്രൂഷിക്കുന്ന, ഇവിടെ കേൾക്കുന്ന ദൈവത്തിൻ്റെ വചനത്തിന് നിന്നെ വിവേചിക്കാൻ കഴിയും, നിന്നെ രൂപാന്തരപ്പെടുത്താൻ കഴിയും, നിന്നെ വായിക്കാൻ കഴിയും, നിന്നെ മനസ്സിലാക്കാൻ കഴിയും. നിന്റെ കണ്ണുനീരിൻ്റെ അർത്ഥങ്ങൾ വരെ അറിയാം, നിന്റെ ദീർഘശ്വാസത്തിൻ്റെ അർത്ഥം വരെ അറിയാം. ഗിദെയോന്റെ വീട്ടിൽ നിൽക്കുന്ന പശുക്കുട്ടിയുടെ, ആ കാളക്കുട്ടിയുടെ വയസ്സറിയാവുന്ന ദൈവമാണെങ്കിൽ ആയിരക്കണക്കിന് മീനോടുന്ന ഗലീലക്കടലിലെ മീനിനെയും അതിൻ്റെ വായിലിരിക്കുന്ന ചതുർദ്രമപ്പടത്തെയും കരയിലിരുന്നു കൊണ്ട് കണ്ടവനാ നമ്മുടെ ദൈവമെങ്കിൽ ഇന്ന് രാവിലെ ഞാൻ പറയാ, നിന്നെ കാണുന്ന ഒരു ദൈവമുണ്ട്. ഇന്ന് രാവിലെ പറയട്ടെ, നീ ഏത് സമുദ്രത്തിന്റെ അടിയിൽ പോയി പാർത്താലും നിന്നെ അറിയുന്ന ഒരു ദൈവമുണ്ട്. ആമേൻ.
ഹല്ലേലൂയ 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 ഹല്ലേലൂയ. അടുത്തത് നാലാമത്തെ ഭാഗം ദൈവത്തെ പാടി സ്തുതിക്കുകയാണ്. ഏറ്റവും ഒടുവിൽ പറയുകയാണ് ആമേൻ സ്തോത്രം. 7-ാമത്തെ അധ്യായം സങ്കീർത്തനം അതിൻ്റെ ഒടുവിലത്തെ വാക്യം എങ്ങനെയാണ്? ഞാൻ യഹോവയെ അവൻ്റെ നീതിക്ക് തക്കവണ്ണം സ്തുതിക്കും, അത്യുന്നതനായ യഹോവയുടെ നാമത്തിന് സ്തോത്രം ചെയ്യും. എൻ്റെ പ്രിയ ദൈവമക്കളെ, ദൈവമക്കളോട് ഞാൻ പറയാം, നാം ദൈവത്തെ സ്തുതിക്കണം. നിന്റെ നീതിയുള്ള വിധികൾ നിമിത്തം നിനക്ക് സ്തോത്രം ചെയ്യുവാൻ ഹല്ലേലൂയ അർദ്ധരാത്രി ഞാൻ എഴുന്നേൽക്കുമെന്നാണ് സങ്കീർത്തനക്കാരൻ പറയുന്നത്. ഹല്ലേലൂയ. അർദ്ധരാത്രിയിലും എഴുന്നേറ്റ് ദൈവത്തെ സ്തുതിക്കാം. നമ്മുടെ സ്തുതിയും നമ്മുടെ സ്തോത്രം നമ്മുടെ ആരാധനയും ഞായറാഴ്ചയും വെള്ളിയാഴ്ചയും ആമേൻ ഇവിടെ നടക്കുന്ന കൂട്ടായ്മകളിൽ മാത്രമായി നിൽക്കുമ്പോൾ സങ്കീർത്തനക്കാരൻ പറയുന്നു അർദ്ധരാത്രി ഞാൻ എഴുന്നേറ്റ് ദൈവത്തെ സ്തുതിക്കും. ആമേൻ. അപ്പോൾ എപ്പോഴൊക്കെ ദൈവത്തെ സ്തുതിക്കാമെന്നറിയാമോ? അർദ്ധരാത്രി സ്തുതിക്കാം. പൗലോസ് അപ്പോസ്തലൻ കുറച്ചുകൂടെ വിശദീകരിച്ച് പറയുന്നുണ്ട്, ദൈവത്തെ എന്ത് ചെയ്യണം? സ്തോത്രം ചെയ്യണം. എങ്ങനെയൊക്കെ? എപ്പോഴൊക്കെ? ഇടതടവില്ലാതെ ദൈവത്തിന് സ്തോത്രം ചെയ്യണം. ഇന്ന് രാവിലെ ദൈവമക്കളെ, ഇവിടെ വന്നിരിക്കുന്ന ഓരോരുത്തരും ഇവിടെ വന്നിരിക്കുന്നത് കാഴ്ച കാണാമെന്നവരല്ല. സമുദായ സഭകളിലാണെങ്കിൽ കുർബാന കണ്ടിട്ട് പോകാമായിരുന്നവര് ഇവിടെ കാണാമെന്നവരല്ല, അനുഭവിക്കാമെന്നവര് ഇവിടെ കാണാമെന്നവരല്ല, ആരാധിക്കാമെന്നവര്. ആമേൻ. ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നിന്റെ ഈ ഫിംഗേഴ്സിന് ഈ ലാപ്ടോപ്പിലൊക്കെ കൈകാര്യം ചെയ്യാൻ വളരെ സ്പീഡിൽ ഇതടിച്ച് ഓരോ കാര്യങ്ങൾ ചെയ്യാം. നിന്റെ ഈ കൈകൾക്ക് ദൈവം ബലം തന്നെങ്കിൽ, ഈ കരം എത്രയോ വെയിറ്റ് ഉയർത്തി ഈ കരത്തിന് ദൈവം തമ്പുരാൻ ബലം തന്നെങ്കിൽ, നിന്റെ ഈ കാലിന് ദൈവം ബലം തന്നെങ്കിൽ, ഹല്ലേലൂയ. ഞാൻ ദൈവമക്കളോട് ഞാൻ പറയാം, ചെറുതായിട്ട് നിന്റെ ഞരമ്പിന് ആ നേർവ് സിസ്റ്റത്തിന് ചെറിയൊരു സ്ഥാനഭ്രംശം സംഭവിച്ച ഞാൻ ദൈവമക്കളോട് ഞാൻ പറയാം, ഇന്ന് ചെയ്യുന്നത് പലതും ചെയ്യാൻ പറ്റത്തില്ല. എന്നാൽ ദൈവം ഇതിനൊന്നും കൂടാതെ കുറയാതെ എല്ലാം ബാലൻസ് ചെയ്ത് നിർത്തിയിട്ട്, നിന്റെ BP ഒക്കെ ബാലൻസ് ചെയ്ത് നിർത്തിയിട്ട്, നിന്റെ ഷുഗർ ലെവലിനെ ബാലൻസ് ചെയ്ത് നിർത്തിയിട്ട് ഇതുവരെ നിന്നെ കൊണ്ടെത്തിച്ച ദൈവമില്ലേ? ഇങ്ങനെയൊക്കെ ഓർത്താൽ ദൈവത്തെ സ്തുതിക്കാതിരിക്കാൻ പറ്റത്തില്ല. അല്പനേരം ദൈവത്തെ സ്തോത്രം ചെയ്തവർ ദൈവത്തിന് ഇരിക്കുന്ന ഇരിപ്പിൽ സ്തോത്രം ചെയ്യട്ടെ ശക്തിയോടെ. കരമടിക്കുന്നവർ ശക്തിയോടെ ദൈവത്തെ സ്തുതിക്കട്ടെ. അന്യഭാഷകൾ നിറയപ്പെട്ടവർ അന്യഭാഷ അടയാളത്തോട് ശക്തിയോടെ. ഓ ആരാധനയുടെ നടുവിൽ ഇന്ന് പകല് വിടുതലുകൾ, സൗഖ്യങ്ങൾ, ദൈവമഹത്വം ഇവിടെ വെളിപ്പെടട്ടെ. Glory in the name of Jesus. Glory. Hallelujah, 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 hallelujah. കർത്താവ് നമ്മെ വചനങ്ങളാൽ അനുഗ്രഹിക്കട്ടെ, സഹായിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് വാക്കുകളെ നിർത്തുന്നു. തുടർന്ന്